ഒരു കമ്പനിയിൽ വലിയൊരു പ്രോജക്റ്റ് ലാഭകരമായി പൂർത്തിയായപ്പോൾ അതിന്റെ ലാഭവിഹിതം ബോണസായി നൽകാൻ ഡയറക്ടർ തീരുമാനിച്ചു. പ്രോജക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച പുറത്തു നിന്നുള്ള കൺസൾട്ടന്റുമാർക്കും പുതിയ ജീവനക്കാർക്കും കൈനിറയെ പണം കിട്ടി. കമ്പനിയുടെ സാമ്പത്തിക ലാഭം നിലനിർത്താനും പുറത്തുള്ളവരുടെ മുമ്പിൽ പ്രതിച്ഛായ നിലനിർത്താനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ വർഷങ്ങളായി കൂടെയുള്ള മാനേജർക്കും പഴയ ജീവനക്കാർക്കും ലഭിച്ചത് വെറും പ്രശംസാപത്രങ്ങൾ മാത്രം. ഇത് കണ്ട് പരിഭവിച്ച ഒരു പഴയ ജീവനക്കാരൻ പ്രതികരിച്ചു, ഞങ്ങൾ ഇത്രയും കാലം അങ്ങയുടെ കൂടെ വിശ്വസ്തരായി നിന്നിട്ടും ഞങ്ങൾക്ക് പ്രതിഫലമൊന്നും തന്നില്ലല്ലോ. ഡയറക്ടർ ശാന്തമായി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ എന്റെ സ്വന്തമെന്ന് കരുതിപ്പോയി. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായ ചില ജീവിത പാഠങ്ങളുണ്ട്. നീ എന്റേതാണ് എന്ന് നാം മറ്റൊരാളോട് പറയുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനാണ്. എന്നാൽ കാലം തെളിയിക്കുന്ന ഒരു നഗ്ന സത്യമുണ്ട്, ആരും ആരുടെയും സ്വന്തമല്ല. ബന്ധങ്ങൾ എന്നത് ഒരു കരാറാണ്. ജന്മം കൊണ്ടോ വിവാഹം കൊണ്ടോ ആരും നമുക്ക് സ്വന്തമാകുന്നില്ല. പരസ്പര താല്പര്യങ്ങൾ പൊരുത്തപ്പെടുന്നിടത്തോളം കാലം മാത്രം നീളുന്ന ഒരു അദൃശ്യ കരാർ മാത്രമാണ് ഓരോ ബന്ധവും. അപരന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, സ്വന്തം ശൂന്യതകൾ നികത്താനാണ് ഓരോരുത്തരും കൂട്ടുതേടുന്നത്. ഗുണമില്ലെന്ന് കണ്ടാൽ വിട്ടുപോകാൻ ആർക്കും ഒരു നിമിഷം മതി. പലപ്പോഴും ശത്രുക്കളെക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് നമ്മൾ സ്വന്തമെന്ന് കരുതുന്നവരായിരിക്കും. കാരണം അന്യന്റെ അവഗണനയേക്കാൾ സ്വന്തമെന്ന് കരുതിയവന്റെ വഞ്ചനയ്ക്കാണ് മൂർച്ച കൂടുതൽ. വെളിച്ചമുള്ളപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന നിഴലുകളെ പോലെയാണ് പലരും. നിന്റെ പൗർണമിയിൽ ആഘോഷിക്കാൻ എത്തുന്നവർ നിന്റെ അമാവാസിയിൽ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനം സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. മറ്റൊരാൾക്ക് വേണ്ടി സ്വയം തലകുനിക്കാൻ ഈ ലോകത്ത് ആരും തയ്യാറാകില്ല. തനിക്കു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാളുണ്ടെന്ന അബദ്ധ ധാരണയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അളവിലും ഇടവേളയിലും തനിക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് ലോകം നോക്കുന്നത്. അത് നിലയ്ക്കുന്നിടത്ത് സ്നേഹവും നിലയ്ക്കുന്നു. ആരിലും ചാരി നിൽക്കാതെ സ്വന്തം കർമ്മങ്ങൾ സ്വയം ഏറ്റെടുക്കുക. അവിടെയാണ് സമാധാനത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത്. ഒരാളെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക എന്നതിനർത്ഥം സ്നേഹിക്കാതിരിക്കുക എന്നല്ല, മറിച്ച് അവർ വിട്ടുപോയാലും തളരാത്ത വിധം കരുത്തനായിരിക്കുക എന്നതാണ്. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കീശയിൽ ഏൽപ്പിക്കാതിരിക്കുക. മറ്റൊരാളിൽ അമിതമായി വിശ്വസിക്കാതെ സ്വന്തം കർമ്മങ്ങളുടെയും സന്തോഷത്തിന്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്നതാണ് സമാധാനത്തിനുള്ള ഏക വഴി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുക, അമിതമായ പ്രതീക്ഷകൾ ഒഴിവാക്കുകയും ചെയ്താൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്